ഹലോ, അതെ ഉണ്ണിയാർച്ചയാണ്. സുഹൃത്തെ, ഈ നേരത്താണോ ഫോൺ ചെയ്യുന്നത്? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് ശേഷം ഫോൺ ചെയ്യാം. അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിലേക്ക് വരിക. ശരി. നേരമില്ലാത്ത നേരത്താ. ചായ കിട്ടിയില്ല. ഓ, അടുത്ത ആള് തുടങ്ങി. ദാ വരുന്നു. ഇവിടെ ഇരുന്ന് ആർച്ചെന്ന് വിളിക്കുന്ന നേരം കൊണ്ട് സത്യന്റെ അടുക്കളയിൽ നിന്ന് ചായ എടുത്ത് കുടിച്ചാലെന്താ? എനിക്കാണെങ്കിൽ ഒരു 100 കൂട്ടം പണിയുണ്ട്. എനിക്കുണ്ട്. പത്രം വായിക്കുന്നതല്ലേ വലിയ പണി. പത്രം വായിക്കുന്നത് പണിയല്ല, അത് കഴിഞ്ഞ് ഇവിടുന്ന് കുളിച്ച് റെഡിയായി സ്റ്റേഷനിൽ പോയിട്ട് നോൺ സ്റ്റോപ്പായിട്ട് അവിടുത്തെ പണിയെല്ലാം ചെയ്യുന്നത് പണിയാ. ഒരു എസ്ഐയുടെ തിരക്കേ ആർച്ചക്കറി. പിന്നെ കേരളത്തിലെ 10,000 എസ്ഐമാരിൽ ഒരു എസ്ഐ ആണ് സത്യേട്ടൻ, അല്ലാതെ ഒരേ ഒരു എസ്ഐ അല്ല. കേരളത്തിലെ 1,900 പഞ്ചായത്ത് മെമ്പർമാരിൽ ഒരു മെമ്പറാ നീയും, അല്ലാതെ ഒരേ ഒരു മെമ്പർ അല്ലേ? ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പഞ്ചായത്ത് ഓഫീസിലെ ജോലിയല്ല എന്റെ പ്രശ്നം, ഇവിടുത്തെ അടുക്കള പണിയാ എന്റെ പ്രശ്നം. സത്യേട്ടൻ രാവിലെ എന്നിട്ട് എന്നെ അടുക്കള കയറി ഒന്ന് സഹായിച്ചാൽ എന്താ? പോലീസുകാരാണെന്ന് പറഞ്ഞോണ്ട് അടുക്കള കയറി കിടന്ന് നിയമമൊന്നുമില്ലല്ലോ. അമ്മ ദേ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാ. ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്ക്. എന്നിട്ട് ആ ബാത്റൂമിലെ ഹീറ്റർ ഓൺ ചെയ്തിട്ട് ഇച്ചിരി എണ്ണ എടുത്ത് വെക്ക്. അയ്യടാ, കുളിപ്പിച്ചുകൂടെ തന്നാലോ? ബുദ്ധിമുട്ടാവില്ലേ? തൽക്കാലം വേണ്ട. എന്തിനാ അപ്പു ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? എനിക്ക് ചെവി കേക്കാം. അമ്മ ബസ് വരാൻ സമയമായി, കഴിക്കെടുത്ത ബസ് എങ്ങാനും വെയിറ്റ് ചെയ്ത രാജേഷ് അങ്കിൾ എന്നെ വഴക്കു പറയും. എടി, കഴിക്കാനുള്ളതൊക്കെയല്ലേ എടുത്ത് വെച്ചിരിക്കുന്നേ? പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇതിന്ന് 2 ദോശ എടുത്ത് കഴിക്കാൻ നിനക്ക് എന്റെ സഹായം വേണോ? അതെങ്ങനെയാ? അച്ഛന്റെ അല്ലേ മോള്. ഇന്നും ദോശയാ? ദോശക്ക് എന്താ കുഴപ്പം? ഇന്നലെ ദോശയായിരുന്നില്ലേ? നാളെ ദോശയായിരിക്കും. മനസ്സുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ഓരോ ദിവസം ഓരോ ബ്രേക്ക്ഫാസ്റ്റാ, ഇവിടെ മാത്രം എന്നും ദോശ. അവരുടെയൊക്കെ അമ്മമാരെ പഞ്ചായത്ത് മെമ്പർമാരല്ല. എനിക്കേ നിന്റെ അച്ഛൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ പോരാ, ഈ വാർഡിലുള്ള സകല ആളുകളുടെയും കാര്യം നോക്കണം. വേണേ കഴിച്ചിട്ട് പോകാൻ നോക്കൂ അച്ഛേ. ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാം. അപ്പുസേ, മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ഛാ. അല്ല, കഴിച്ചു കഴിയാറായില്ലേ? ബസ് ഇപ്പൊ വരുമല്ലോ. ഇന്നും ദോശയാ? നിന്റെ അമ്മയ്ക്ക് ആരെങ്കിലും ദോശയിൽ കൈവശം കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ഞാനും ചോദിച്ചായിരുന്നു അച്ഛാ. അപ്പൊ പറയോ അമ്മക്ക് വേറൊന്നും ഉണ്ടാക്കാൻ നേരമില്ല. നേരമില്ലാത്തല്ല മോളെ, വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. കഴിഞ്ഞ ആഴ്ച അച്ഛന് പുട്ടുണ്ടാക്കി തന്നെ അവസാനം തല്ലി പൊട്ടിക്കാൻ ചുറ്റി എടുക്കേണ്ടി വന്നു. ഈ നിലയ്ക്കാണെങ്കിൽ ഞാൻ ചുറ്റി എടുക്കേണ്ടി വരും. അന്ന് എസ് ഐ വിവരറിയുകയും ചെയ്യും. എസ് ഐയുടെ തല ഭാര്യ തല്ലി പൊട്ടിച്ചു എന്ന് പറഞ്ഞാലേ നാണക്കേടാ. അതെ, തല്ലൊക്കെ നിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലീസുകാരെ തൊട്ടാണല്ലോ വിവരം അറിയും. ടീച്ചർ എന്നോട് ചോദിച്ചു, അച്ഛനെ പോലെ ഒരു പോലീസ് ആവണോ അതോ അമ്മയെ പോലെ ഒരു മെമ്പർ ആവണോ? എന്നിട്ട് മോളെ എന്തോ പറഞ്ഞു? എനിക്ക് രണ്ടും ആവണ്ട, ഒരു കളക്ടർ ആയാൽ മതിയെന്ന്. എന്റെ പൊന്നു മോളെ, നീ വേറെ എന്ത് വേണോ ആയിക്കോ, പഞ്ചായത്ത് മെമ്പർ മാത്രം ആവല്ലേ. പറയുമ്പോ ഭയങ്കര സാമൂഹ്യ സേവന, എല്ലാം കൂടെ നാട് കട്ട് മുടിച്ചോണ്ടിരിക്കുക. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. കാട്ടിലെ തടി തേവരുടെയാണോ വലിയടോ വലി. പോലീസുകാർക്ക് കഴിവില്ലെങ്കിൽ നാട്ടിൽ കള്ളന്മാരും കൂടും. ഈ പഞ്ചായത്തിൽ 15 കള്ളന്മാരേ ഉള്ളൂ. ആ 15 കള്ളന്മാരെ പഞ്ചായത്തിൽ ഇരിക്കുന്നു. അച്ഛൻ അങ്ങനെയൊന്നും പറയണ്ട, അമ്മയെ പറ്റി എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ്. അതാരാ ബിഡി? എന്റെ ഡ്രോയിങ് സാറ് എന്നെ കാണുമ്പോഴെല്ലാം അപർണയുടെ അമ്മയെ ഇപ്പൊ ഇങ്ങോട്ട് കാണാറില്ലല്ലോ എന്നാ ചോദിക്കാറ്. ആര്? രമേശ് സാറോ? സാറ് പറയും അമ്മ വെറും മെമ്പർ ആവേണ്ടതല്ലായിരുന്നു, പ്രസിഡന്റ് ആവേണ്ടതാണെന്ന്. ബെസ്റ്റ്. എന്റെ ദൈവമേ, അതിലും ഭേദം ഒരു പ്രളയം വന്നിട്ട് ഈ പഞ്ചായത്ത് മുഴുവൻ ഒലിച്ചു വളരാണല്ലോ. ഓ, രമേശ് സാർ എന്നെ പറ്റി നല്ലതേ പറയൂ. കഴിഞ്ഞ ഇലക്ഷൻ അങ്ങേരെ എനിക്ക് എത്ര വോട്ടാ പിടിച്ചതെന്നാന്ന് അറിയോ? സാറ് പറഞ്ഞു ഇനി അമ്മ സ്കൂളിൽ വരുമ്പം സാറിനെ കണ്ടിട്ടേ പോവുള്ളൂ എന്ന്. ഞാൻ സ്കൂളിലേക്ക് വരുന്നുണ്ട്, ഒന്ന് സാറിനോട് പറഞ്ഞേക്കണം, സാറിനെ കണ്ടിട്ടേ അമ്മ പോരൂന്ന്. പിന്നെ സാറിനെ അപർണ എന്നല്ലേ വിളിക്കാറ്, ആർച്ചയുടെ മോളെന്നാ. കേട്ടല്ലോ, ആർച്ചയുടെ മോള്. അതെ, ആർച്ച മാത്രം വിചാരിച്ചാൽ മോളുണ്ടാവൂല. അതിന് ഈ സത്യപാലനം മെനക്കെട്ടിട്ടുണ്ട്. ബയോളജി പഠിപ്പിക്കാൻ വന്നതാണോ? സത്യേട്ടാ, ഒരു കൈ സഹായം ചെയ്തില്ലെങ്കിലും പുറകെ നടന്ന് ഉപദ്രവിക്കാതെങ്കിലും ഇരുന്നൂടെ? ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. ആ രമേശനുമായിട്ട് വലിയ അടുപ്പൊന്നും കൂടണ്ട, അവൻ ആളത്ര നല്ലതല്ല. അയാൾക്ക് എന്താ കുഴപ്പം? ഈ പഠിപ്പിക്കുന്ന പിള്ളേരുടെ അമ്മമാരെ സ്കൂളിൽ വിളിച്ചു വരുത്തേണ്ട കാര്യം എന്താ? അവളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടാവും.
മക്കളെ പറ്റി അമ്മമാരോടല്ലേ പറയണ്ടേ? കൊച്ചിന് അച്ഛനും ഉണ്ട്, അച്ഛനോടും പറയാം. ഇത് അതൊന്നുമല്ല. പഠിപ്പിക്കുന്ന കുട്ടികളുടെ അമ്മമാരെ സ്കൂളിൽ വിളിച്ചു വരുത്തി വളച്ചൊടിച്ച് കുപ്പിയിലാക്കുന്ന ഒരു ഗജ ഫ്രോഡാണ് അവൻ. ഇവനെ പോലുള്ളമാരാണ് നാട്ടിൽ നടക്കുന്ന സകലമായ പീഡനങ്ങളും പ്രതികളും. ഈശ്വര, വന്ന് സ്ത്രീ പീഡനം വരെ എത്തിയോ? നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ചിന്തയൊന്നുമില്ലേ മനുഷ്യ? എടി, ഞാനൊരു പോലീസുകാരനാണ്. ഫ്രോഡുകളെ കണ്ട എനിക്ക് അപ്പം തിരിച്ചറിയാം. ഈ രമേശനുണ്ടല്ലോ, അവനെ പെണ്ണുങ്ങളെ കാണുമ്പോൾ അവൻ്റെ നോട്ടവും ചിരിയും അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാള് നല്ല മനുഷ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് എനിക്ക് വേണ്ടി എന്തോരം വർക്കാ ചെയ്തത്. എടി, അത് അവൻ്റെ അടവാ. ബാലറ്റ് പേപ്പറിലൂടെ നിന്റെ ഹൃദയത്തിലേക്ക് ഒരു പാലം ഇട്ടതാ. ഇനി അവൻ ആ പാലത്തിൽ കൂടെ കയറി നേരെ ഇപ്പുറത്ത് വരും. ഇപ്പൊ തന്നെ നിനക്ക് അവനെ പറ്റി നല്ല മതിപ്പല്ലേ? അതവൻ്റെ വിദ്യ. ഇവനുണ്ടല്ലോ, ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറവും ചെയ്യും. ഇതെന്ത് സംശയ? അന്ന് സത്യയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ അച്ഛൻ എന്നോട് ചോദിച്ചതാ, ഈ കല്യാണം വേണോ, അവനൊരു പോലീസുകാരനാ മോളേന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പോലീസുകാരനെ തന്നെ വേണമെന്ന്. എന്നിട്ട് എന്തായി? എന്താവാൻ? അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നു. വീട്ടിലോ? ഇല്ലെന്താ കുഴപ്പം? ഇത് തന്നെ.